Boche Gold and Diamonds. Buy now, pay later. ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ലാബിലെ രക്തപരിശോധനാ ഫലത്തിൽ കൃത്യതയില്ലെന്നാരോപിച്ച് മെഡിക്കൽ ഓഫീസർക്ക് മുന്നിൽ ബിജെപിയുടെ പ്രതിഷേധം. രക്തം പരിശോധിക്കുന്ന രോഗികൾക്ക് വലിയ രീതിയിലുള്ള അളവ് വ്യത്യാസമാണെന്നും ബിജെപി നേതാക്കൾ ആരോപിച്ചു. ഇത് പുറമേ ഒരു ആശുപത്രിയിലാണെങ്കിൽ ഇങ്ങനെയല്ല ഞങ്ങൾ സംസാരിക്കാം. അത് സാർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ആശുപത്രിയിൽ, ഒരു ക്ലിനിക്കിൽ, ഒരു ലാബിൽ നമ്മൾ പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും റിസൾട്ട് വ്യത്യാസം വന്നാൽ ഈ രീതിയിലല്ലോ ആരും പെരുമാറുക. ഇവിടെ എന്തും നടക്കുന്നുള്ളതായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരാൾ പരിശോധിച്ച സാധനം വീണ്ടും പുറത്തു പോയി പരിശോധിച്ചിട്ട് ഒരു സാധാരണക്കാരൻ എങ്ങനെ ഇത് മനസ്സിലാക്കുക? രണ്ട് ഇത് നോക്കിയത് അവന്റെ ആശങ്ക എവിടെ പങ്കുവയ്ക്കാം? മെഡിക്കൽ ഓഫീസർ സാറ് നേരം പോലെ കാര്യങ്ങൾ അറിയില്ല. അത് ഞങ്ങൾക്ക് ഇതിപ്പോ മൊത്തത്തിലുള്ള സാർ എത്ര മാസമായി? 4 മാസം. എത്ര ഇവിടെ വന്നിട്ട് ഈ 4 മാസത്തോളം ഇതിനെപ്പറ്റി ഒരു വിവരവും സാർക്കില്ല. ഞങ്ങൾക്ക് മനസ്സിലാവും പുറത്തുനിന്ന്. ഇപ്പൊ അതിന്റെ തെളിവാണ് അയാളുടെ ഭാര്യ അടുത്ത് പൈസ വാങ്ങിയില്ല നിങ്ങൾ പറഞ്ഞു. ആരാണ് പൈസ വാങ്ങിയ? ഡോക്ടറാണ്. വേറെ വാങ്ങുന്നുണ്ടോ? നിങ്ങൾ അറിയാതെ വാങ്ങുന്നില്ല പൈസ എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന ഉദ്ദേശം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ വസ്തുത ഉണ്ടാവണം. അയാളെ പറഞ്ഞത് അയാളില്ലെങ്കിൽ ഞങ്ങളത് കേട്ടുപോയില്ലേ? ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ മുഴുവൻ തരത്തില് നിങ്ങൾ മിസ്ഗൈഡ് ചെയ്യും. ഞങ്ങളോട് പറയും. അങ്ങനെ സാധാരണക്കാരോട് വർത്താനം പറയുന്ന പോലെ നിങ്ങൾ സാധാരണക്കാർക്ക് എന്തൊക്കെ പറയുണ്ടാവും? ഇയാളുടെ ഭാര്യ ആയതുകൊണ്ട് ഇയാൾ നിന്നോണ്ട് മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ പൈസ വാങ്ങിയത്. സാർ ആയതുകൊണ്ട് പറഞ്ഞല്ലേ? മീഡിയ മുഴുവൻ കവറിയുന്നതല്ലേ? സാർ പൈസ വാങ്ങിയിട്ടില്ലെന്നല്ലേ പറഞ്ഞു? സാർക്ക് ഈ സീറ്റിൽ ഇരുന്നിട്ട് ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ സീറ്റിരിക്കുന്നത്? നിസ്സാരവൽക്കരിച്ച് കാര്യങ്ങൾ പറയുന്നു. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്. ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നിട്ട് ഉത്തരവാദിത്ത ബോധങ്ങളോടാ വന്നത്. നിങ്ങളല്ലാണ്ട് വേറെ ആരും ഞങ്ങൾക്ക് കാണാനില്ല. ഇല്ല. പരിശോധനാ ഫലത്തിൽ സംശയം തോന്നിയ രോഗികൾ സ്വകാര്യ ലാബിൽ പരിശോധന നടത്തിയപ്പോഴാണ് രക്തത്തിലെ കൗണ്ട് ഉൾപ്പെടെയുള്ള അളവുകളിൽ 10,000ങ്ങളുടെ വ്യത്യാസം കാണാൻ സാധിച്ചതെന്ന് പറയുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട്, ഏതാണ്ട് ഒരു 20-25 ദിവസത്തോളമായിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ടുകളെല്ലാം വീണ്ടും പുറത്തുപോയി ടെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടാക്കുകയാണ്. അത് 10 ദിവസമായിട്ടും പരാതിപ്പെട്ടിട്ടും അത് നേരെയാക്കിയിട്ട് അതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ ഹോസ്പിറ്റൽ അധികാരികൾ തയ്യാറായിട്ടുണ്ട്. ഇന്ന് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വന്ന സൂപ്രണ്ടിനെ കണ്ട് സംസാരിച്ചിട്ടും അത് വലിയൊരു വ്യത്യാസം മുപ്പരങ്ങനെ അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. നമുക്ക് മനസ്സിലാകുന്നത് പ്രൈവറ്റ് ലാബുകളെ സംരക്ഷിക്കാനും അതിന്റെ മുകളിൽ അഴിമതിയുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. രക്തപരിശോധനകളുടെ യന്ത്ര തകരാറാണ് പ്രശ്നമെന്നും തകരാർ പരിഹരിച്ചതിനു ശേഷം മാത്രമേ ലാബ് പ്രവർത്തിക്കൂ എന്നും മെഡിക്കൽ ഓഫീസർ ഉറപ്പ് നൽകിയെന്ന് ബിജെപി നേതാക്കൾ പറഞ്ഞു. ജില്ലാ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, EP നന്ദകുമാർ, K പ്രസാദ്, സിനി മനോജ്, ലേഖ രമേശ്, R രഞ്ജിത്ത്, MK വിപിൻനാഥ് എന്നിവർ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.